ആര്യ, കമന്റ്സ് നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ശരി. അമ്പിളി ചേച്ചി. ആര്യ നന്നായിട്ട് പാടി, അസലായിട്ട് പാടി. കൺഫ്യൂഷനുള്ളതൊന്നും സാരമാക്കാതെ നന്നായിട്ട് പാടി മോളെ. പിന്നെ ഒരേ ഒരു കാര്യം പറയാനുള്ള, ചരണം പാടും. ആദ്യത്തെ ചരണം. തട്ടം കൊണ്ടിൻ മുഖം മറച്ചാലും തട്ടിത്തെറിപ്പിക്കും മണിമാരൻ. തട്ടം കൊണ്ടിൻ മുഖം മറച്ചാലും തട്ടിത്തെറിപ്പിക്കും മണിമാരൻ. ഓക്കെ. ഇതിലെല്ലാം ത്രൂ ഔട്ട് ഒരു കൊഞ്ചൽ വരുന്നു. ഒരു മോളാണോ? അമ്മയ്ക്കും അച്ഛനും അനിയനുണ്ട്. അല്ല, ഈ കൊഞ്ചല് കൂടിയിട്ടാണോ എന്തോന്നറിയില്ല. വാക്കുകൾ പറയുമ്പോ നിങ്ങൾ പ്രായം കൂടി വരികയല്ലേ. അപ്പൊ നമ്മള് കോമ്പറ്റീഷനൊക്കെ വരുമ്പോ നമ്മള് അക്ഷരങ്ങൾ വളരെ സ്ഫുടതയോടുകൂടി ഈ ഇങ്ങനെയുള്ളൊരു കൊഞ്ചലില്ലാതെ പാടണം അല്ലേ. അല്ലാതെ വേറെ ഒരു കുറ്റവും ഈ പാട്ടിൽ തോന്നുന്നില്ല. ആരും ഒന്നും എഴുതിയിട്ടില്ല അല്ലേ? എഴുതിയിട്ടില്ല. പ്ലസ് പോയിന്റ്സ് ആണ് എഴുതിയത്. നന്നായിട്ട് പാടി മോളെ. ഓൾ ദി ബെസ്റ്റ്. നല്ല പാട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനിയുമുള്ള റൗണ്ട്സിലും നല്ല പാട്ടുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ. ഫിറോസിക എന്ത് പറയുന്നു ഈ ഒരു പാട്ടിനെ കുറിച്ച്? ആര്യ നന്നായി പാടി മോളെ. മനോഹരായിരുന്നു. കഴിഞ്ഞ റൗണ്ടിൽ പറഞ്ഞൊരു അഭിപ്രായം ഈ റൗണ്ടിലും പറയുന്നില്ല. മോളൊരു വ്യത്യസ്തതയുള്ള പാട്ടുകാരിയാണ്, ശബ്ദത്തിലും ആലാപന ശൈലിയിലും ഒക്കെ കേട്ടോ. ബ്രത്ത് മോള് ഒന്നുകൂടി കൺട്രോൾ ചെയ്ത് ശീലിക്കണം. നല്ല ബ്രത്ത് ഇങ്ങനെ വരുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ തെന്തിന്നോ എന്നൊക്കെ പാടുന്നതൊക്കെ മനോധർമ്മമാണ്. അതിന്റെ ഇടയിൽ പാടുന്ന ടച്ചൊക്കെ അതൊക്കെ ഭംഗിയുണ്ട് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കുക. നല്ലൊരു പാട്ട്, രാഘവ മാഷിന്റെ ഒരു അതിമനോഹരമായ പാട്ട് എടുത്തുകൊണ്ട് വന്നതിന് വലിയൊരു താങ്ക്സ്. മാഷേ. ആര്യ നന്നായി അസലായി പാടി കേട്ടോ. 1974 പാതിരാവും പകൽ വെളിച്ചവും എന്ന സിനിമയിലെ പാട്ടാണിത്. ഭാസ്കരൻ മാഷ്, രാഘവ മാഷ് കൂട്ടുകെട്ട്. മോള് നന്നായി പാടി. പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത്, അമ്പിളി പറഞ്ഞ ഒറ്റ കാര്യം, ആ പല്ലവി നട്ടു നനയ്ക്കാതെ ഒന്ന് തീ ആ സംഭവം വരുന്നുണ്ട്. നട്ടു നനയ്ക്കാതെ ദേ മതിയല്ലോ. അത് അതിൽ മൊത്തത്തില് ചില സ്ഥലത്തെല്ലാം പാട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഒരു കൊഞ്ചൽ. അത് അതില് ജാനകിയമ്മ പാടിയോടത്ത് വന്നിട്ടില്ല. അത്രേ ഉള്ളൂ. വേറെ എല്ലാം മൊത്തത്തിൽ മോള് ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു മാഷേ. സ്പെഷ്യൽ ജൂറി അംഗം ഹംസക. എനിക്ക് പ്രത്യേകം ഒന്നും പറയാനില്ല. നല്ല സൗണ്ട്, നന്നായി പാടി. താങ്ക് യു ഹംസക. ഹംസക്കയുടെ ചുരുങ്ങിയ വാക്കുകളിൽ നിറയുന്ന മാർക്ക് എത്രയാണെന്ന് നമുക്കറിയാം കുറച്ച് സമയത്തിന് ശേഷം. ആദ്യം അമ്പിളി ചേച്ചി, 30-ൽ എത്ര മാർക്കാണ് ആര്യയ്ക്ക് നൽകുന്നത്? ആര്യയ്ക്ക് 30-ൽ 29 മാർക്ക്. നല്ല തുടക്കം അല്ലേ? ഞാനിനി മാഷെ എത്ര മാർക്കാണ് 30-ൽ നൽകുന്നത്? ഞാൻ 30-ൽ 28 മാർക്ക്. ഫിറോസിക 28 മാർക്ക്. എന്റെ ഭാഗത്ത് 9 മാർക്ക്. നല്ല തുടക്കമാണ് അല്ലെ? അപ്പൊ ടോട്ടൽ സ്കോർ ഈ പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്നത് 94 മാർക്കാണ്. 100-ൽ 94. സന്തോഷായില്ലേ? എന്തായാലും ഇനി അടുത്ത പെർഫോമൻസ് ഒക്കെ നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകൾ പാടുക. ഈ കിളിക്കൊഞ്ചൽ നാദം നല്ലതാണ്, പക്ഷെ പാട്ടുകളുടെ രീതിക്കനുസരിച്ചുള്ള പഠനമാവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു വട്ടം കൂടി എന്ന റൗണ്ടിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആര്യക്കുട്ടിയുടെ നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മൾ എല്ലാവരും ചേർന്ന് ആസ്വദിച്ചത്. നല്ല സ്കോറും ലഭിച്ചു, 94 മാർക്ക്. പട്ടുറുമാൽ ഇശൽ മർഹബയിൽ ഒരു വട്ടം കൂടി എന്ന റൗണ്ടിൽ ഞങ്ങളുടെ കണ്ടസ്റ്റന്റ്സ് മികച്ച ഗാനങ്ങളാണ് നിങ്ങൾക്ക് ഏവർക്കും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിലെ അവസാനത്തെ മത്സരാർത്ഥിയാണ് ഹാരിസ്. ഹാരിസ്. പിന്നെ റെമി അശലാക്കുന്നുണ്ട് എന്റെ ഈ പ്രോഗ്രാം. ആ വെള്ളി, ആ ശനി, ഞായർ തീയതികളിൽ ആ പട്ടുറുമാൽ എല്ലാവരും കാണുക. ഓക്കെ, എല്ലാവരും ഇത് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്നും ഒരു ജയനാണ്. ഓക്കെ, ജയൻ. അപ്പൊ ഈ ജയനും നസീറും എല്ലാം കൂടി പാട്ടിൽ എങ്ങനെ പുറത്തു വരുന്നത് നമുക്ക് നോക്കാം. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്?
ഉമ്മ എന്ന ചിത്രത്തിലെ പാലാണ് തേനാണ് എന്ന ഗാനമാണ്. പാലാണ് തേനാണ്. ഇതെല്ലാവർക്കും ഹാരിസ് പാലും തേനും ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. സോ നല്ല കമന്റ്സ് ഉണ്ടാവട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. പാലാണ് തേനാണെൻ കൽവിലെ പൈങ്കിളിക്ക് പഞ്ചാരക്കുഴമ്പാണു നീ എൻ സൈനബ പഞ്ചാരപ്പാൽ കുഴമ്പാണു നീ. പാലാണ് തേനാണെൻ കൽവിലെ പൈങ്കിളിക്ക് പഞ്ചാരക്കുഴമ്പാണു നീ എൻ സൈനബ പഞ്ചാരപ്പാൽ കുഴമ്പാണു നീ. വരുമോ പാട്ടുമായി നീ വരുമോ മറ്റാരുമില്ല കിളിക്കൂടിതിൽ. കൂട്ടിന്നു നീ വരുമോ പാട്ടുമായി നീ വരുമോ മറ്റാരുമില്ല കിളിക്കൂടിതിൽ. ഇന്നു മറ്റാരുമില്ല കിളിക്കൂടിതിൽ. പാലാണ് തേനാണെൻ കൽവിലെ പൈങ്കിളിക്ക് പഞ്ചാരക്കുഴമ്പാണു നീ എൻ സൈനബ പഞ്ചാരപ്പാൽ കുഴമ്പാണു നീ. കാടെല്ലാം പൂത്ത് പൂത്ത് കയ്യില് ചുറ്റണ കാലത്ത് കാണാമെന്നോതിയില്ലേ സൈനബ, തമ്മിൽ കാണാമെന്നോതിയില്ലേ സൈനബ. പൊയ്കകൾ താമരയാൽ പൊട്ട് കുത്തണ നേരത്ത് പോരാമെന്നോതിയില്ലേ സൈനബ, വന്ന് ചേരാമെന്നോതിയില്ലേ സൈനബ. നിന്നെ കിനാവ് കണ്ട് നിന്നെയും കാത്തുകൊണ്ട് എന്നുള്ളിൽ ഇരിപ്പാണ് പൈങ്കിളി. നിന്നെ കിനാവ് കണ്ട് നിന്നെയും കാത്തുകൊണ്ട് എന്നുള്ളിൽ ഇരിപ്പാണ് പൈങ്കിളി. നിത്യം എന്നുള്ളിൽ ഇരിപ്പാണ് പൈങ്കിളി. പാലാണ് തേനാണെൻ കൽവിലെ പൈങ്കിളിക്ക് പഞ്ചാരക്കുഴമ്പാണു നീ എൻ സൈനബ പഞ്ചാരപ്പാൽ കുഴമ്പാണു നീ. പാലാണ് തേനാണെൻ കൽവിലെ പൈങ്കിളിക്ക് പഞ്ചാരക്കുഴമ്പാണു നീ എൻ സൈനബ പഞ്ചാരപ്പാൽ കുഴമ്പാണു നീ. ഈ പാട്ട് എങ്ങനെ പാടിയെന്നും ഇതിന്റെ മറ്റ് ആധികാരികമായ വിശകലനങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യം ഞാൻ അബൂട്ടി മാഷെ. ഇത് ശരിക്കും പാലും തേനൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് മറ്റാരുമില്ല, അവിടെ ഇന്നും എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ശ്രുതി പ്രശ്നം വന്നു. അതേപോലെ ചേരാമെന്നോതിയില്ല ചേര അവിടെ. പിന്നെ ചെറിയൊരു വള്ളി അവസാനം അല്ലേ, ഒരു സത്യം പറഞ്ഞാൽ ഇട്ടതാണ് വള്ളി ഇട്ടതാ ചെറുങ്ങ. അതെങ്ങനെ അതല്ല, ഇത് കിഷോറിന്റെ പാട്ടില് റോസ് പറഞ്ഞ പോലെ അല്ല, എങ്ങനെ അതിൽ വെള്ളിയൊന്നുമില്ല അതിൽ പാട്ടില്. ഇത് ബാബുക്ക് ചെയ്ത ഉമ്മ 1960 ഭാസ്കർ മാഷ് ബാബുക്കന്റെ ഒരു കൂട്ടുകെട്ടാണ്. നന്നായിട്ട് പാടി മൊത്തത്തില്. ഇവിടെ ഞാൻ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്നൊന്ന് ആരാ പാടിയത് അറിയോ? ആരാ? ഹേംരാജ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു നല്ല പാട്ടാണത്. പല്ലവി മാത്രം ഒന്ന് പാടും. പാലാണൻ തേനാണൻ കൽവിലെ പൈങ്കിളിക്ക് പഞ്ചാരക്കുഴമ്പാണ് നീ എൻ സൈനബ. വേണ്ട, എൻ സൈനബ. എൻ സൈനബ സെറ്റ് അല്ല, അതുണ്ട്, അത് മാപ്പിളപ്പാട്ടിലുണ്ട്. പക്ഷെ ഇതിൽ ഒറിജിനൽ സൈനബ എന്നാണ് വരുന്നത് കേട്ടോ. ഏതായാലും മാറ്റാതെ ചെയ്യുന്ന പോലെ ഇത് ഒരു സംഭവങ്ങളുള്ളൂ, വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഓൾ ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു മാഷെ. ഫിറോസിക. ഹരീസ്, എന്താ സൈനബ എന്ന് പാടിയപ്പോ അങ്ങോട്ട് ചൂണ്ടിയത്? നല്ല പാട്ട്, നന്നായി പാടി, മോശമില്ലാതെ പാടി. ഹേംരാജ സാറിന്റെ പാട്ടുകളൊക്കെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ അല്ലേ, കുട്ടികൾ പാടി കൊണ്ടുവരിക എന്ന് വെച്ചാൽ അത് വലിയൊരു മുകേഷിനോടാണ് പലപ്പോഴും കമ്പയർ ചെയ്യുന്നത് മലയാളത്തിൽ. ഹിന്ദിയിലെ മുകേഷ്
എന്ന പാട്ടുകാരനോടാണ് രാജസാറിനെ കമ്പയർ ചെയ്യുന്നത്. പൈങ്കിളിക്ക് എന്ന് പറയണം കേട്ടോ. നമ്മളൊരു യുനാനിമസ്ലി എടുക്കുന്ന ഒരു ഭാഷയാണ് നമ്മൾ എടുക്കേണ്ടത്. മലപ്പുറത്തിന്റെ ഭാഷയാണോ തിരുവനന്തപുരത്തിന്റെ ഭാഷയാണോ അങ്ങനെയല്ല എടുക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ നമ്മൾ പൈങ്കിളിക്ക് എന്ന് പറയരുത്. പൈങ്കിളിക്ക് ഒരു യാ ചേരണം, അതേ പറയാവൂ, അങ്ങനെ പറയാവൂ. അതാണ് ഭാഷ. ഇതാ സ്റ്റാൻഡേർഡ് ഭാഷ അതാണ്. മറ്റാരുമില്ല കിളി കൂടുതൽ എന്ന് പാടിയോടത്തൊക്കെ ചെറിയ 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 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ. എന്നാലും മൊത്തത്തിൽ ചെറിയൊരു പാട്ടാണ്, ഒരു 1.5 മിനിറ്റിന്റെ പാട്ടാണ് അല്ലെ, ചെറിയൊരു പാട്ടാണ്. കാരണം അനുപല്ലവി ഇല്ല, ചരണമേ ഉള്ളൂ. കൂട്ടിന്നു നീ വരുമോ, അത് പല്ലവിയുടെ ഭാഗമാണ് ശരിക്കും. അങ്ങനെയാണ് ആ പാട്ട് കിടക്കുന്നത്. എന്നിട്ട് ഒരു അനുപല്ലവിയാണ് ശരിക്കും കാണുന്നത്. അങ്ങനെയാണ് ആ പാട്ടിന്റെ ഒരു സ്ട്രക്ചർ തോന്നുക നമുക്ക്. റൈറ്റ്? മോശമില്ല അത് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക. അമ്പിളി ചേച്ചി. ഹാരിസ് നന്നായിട്ട് പാടി. ആ കൂട്ടിന് നീ വരുമോ അത് കുറച്ച് ട്യൂണിങ് പോയി, അത് ശ്രദ്ധിച്ചില്ലയോ എന്തോ അല്ലേ? അവിടെ ചെറിയ ചെറിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ട്യൂണിങ് പോയിട്ടുണ്ട്. അല്ലാതെ നന്നായിട്ട് പാടി. ഓക്കെ, താങ്ക് യു അമ്പിളി ചേച്ചി. ഹംസക. എല്ലാം പറഞ്ഞു തന്നെ ഞാനും പറയുന്നുള്ളൂ. നന്നായിട്ടുണ്ട്, കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. താങ്ക് യു ഹംസക. മാർക്ക് അറിയാം അല്ലേ? എന്തായാലും പാലിനും തേനിനും കൂടി എത്ര മാർക്ക് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അമ്പിളി ചേച്ചി 30-ൽ എത്ര മാർക്കാണ് നൽകുന്നത്? 26 മാർക്ക്. എന്താ അറിയോ, ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വന്നതുകൊണ്ടാണ്. കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ആ കാര്യത്തില്. നമ്മൾ പാട്ട് പാടുമ്പോൾ നമുക്ക് പെർഫോം ചെയ്ത് ഉള്ള സോങ് ആണെങ്കിലും നമ്മൾ മുഖ്യത്വം കൊടുക്കേണ്ടത് സോങ്ങിനാണ്. ഓക്കെ, താങ്ക് യു അമ്പിളി ചേച്ചി. 30-ൽ 26 മാർക്ക്. ഫിറോസിക. ഹാരിസിന് 25. 30-ൽ 25 മാർക്കാണ്. അബൂട്ടി മാഷെ. ഹാരിസ് 26 മാർക്ക്. 30-ൽ 26 മാർക്ക്. ഹംസക. 10-ൽ 8 മാർക്ക്. 10-ൽ 8 മാർക്ക്. ഹാരിസിന് ഈ ഒരു റൗണ്ടിൽ ലഭിച്ചിരിക്കുന്ന മാർക്സ് ടോട്ടൽ സ്കോർ 100-ൽ 85 മാർക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവിധ ആശംസകളും. അടുത്ത റൗണ്ടിൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. All the best. വർത്തമാനം ഇന്നലെകളുടെ തുടർച്ചയാണ്. ഇന്നലെകളുടെ ഹൃദയങ്ങൾ ഏറ്റുപാടിയ മികച്ച ഗാനങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് സമ്മാനിക്കുന്ന മാപ്പിളപ്പാട്ടിന്റെ ഏറ്റവും ധന്യമായ വേദിയായ പട്ടുറുമാലിൽ ഒരു വട്ടം കൂടി എന്ന റൗണ്ടുമായി ഞങ്ങളുടെ മത്സരാർത്ഥികൾ മുന്നേറുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വിടവാങ്ങാനുള്ള സമയമാണ്. കൂടുതൽ മൈലാഞ്ചി മൊഞ്ചുള്ള പെർഫോമൻസുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.